തണ്ണീർമത്തൻ ദിനങ്ങളെന്ന ആദ്യ ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ മലയാളികൾക്കിടയിൽ ചർച്ചയ്ക്കിടയാക്കിയ നടനാണ് നസ്ലിൻ കെ ഗഫൂർ. പിന്നീട് ഹോം, കേശു, ഈ വീടിന്റെ നാഥൻ, സൂപ്പർ ശരണ്യ, ജോ ആൻഡ് ജോ, നെയ്മർ തുടങ്ങി നിരവധി ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ നസ്ലിൻ കൂടുതൽ പ്രിയങ്കരനായി മാറുകയായിരുന്നു. താരത്തിന്റെ തന്മയത്വത്തോടെയുള്ള അഭിനയം തന്നെയായിരുന്നു അതിന് കാരണം. ഒടുവിൽ മെയിൻ നടനായി പ്രേമലു എന്ന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട നസ്ലിൻ മലയാള സിനിമയിലെ തന്നെ പുതിയ താരോദയമായി മാറുകയായിരുന്നു. ബോക്സ് ഓഫീസിൽ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ സിനിമകൾക്കൊപ്പം മത്സരിച്ചു. അവർ മെനഞ്ഞെടുത്ത റെക്കോർഡുകൾ തകർത്തിരിക്കുകയാണ്. എന്നാൽ കോടി ക്ലബിൽ ഇടം നേടിയത് മാത്രമായിരുന്നില്ല നസ്ലിൻ എന്ന യുവതാരത്തിന്റെ നേട്ടം. മോഹൻലാലിന് ശേഷം സോളോയായി 100 കോടി ക്ലബിൽ കയറുന്ന നടൻ എന്ന ഖ്യാതിയും നസ്ലിന് തന്നെ സ്വന്തമായിരിക്കുകയാണ്. നിലവിൽ ആഗോള കളക്ഷനിൽ മുന്നിലുള്ള 2018 മൾട്ടി സ്റ്റാർ ചിത്രമാണ് രണ്ടാമതുള്ള മഞ്ഞുമൽ ബോയ്സും മൾട്ടി സ്റ്റാർ ചിത്രമാണ്. 2024 ഫെബ്രുവരി 9 ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററുകളിൽ എത്തിയത്. വലിയ ഹൈപ്പൊന്നുമില്ലാതെ എത്തിയ ഈ കൊച്ചു ചിത്രം ആദ്യ ദിനം മുതൽ കെട്ടിപ്പടുത്തത് സർപ്രൈസ് ഹിറ്റ് എന്ന നേട്ടമായിരുന്നു. ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 90 ലക്ഷം നേടിയ പ്രേമലു പിന്നീടുള്ള ദിവസങ്ങളിൽ കോടികൾ നേടി. ഒടുവിൽ 50 കോടി തൊട്ട ചിത്രം ആഗോളതലത്തിൽ 100 കോടിയും സ്വന്തമാക്കി. കേരളത്തിൽ മാത്രം 52 കോടിയോളം രൂപ പ്രേമലു നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ചിത്രം തെലുങ്കിലും ഭേദപ്പെട്ട കളക്ഷൻ നേടുകയാണ്. രാജമൗലി അടക്കമുള്ളവർ പ്രമുഖർ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു.